വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ 9:30 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി. 3 ലക്ഷത്തോളം കുട്ടികൾ ഇന്ന് 1-ാം ക്ലാസ്സിലേക്ക് വരികയാണ്. പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഹൈസ്കൂൾ ക്ലാസുകളുടെ പ്രവർത്തന സമയം അരമണിക്കൂർ കൂട്ടിയിട്ടുണ്ട്. പ്രവേശനോത്സവം ആലപ്പുഴയിലെ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ്. അവിടെ നിന്ന് വിഷ്ണു സുരേഷും YS അഭിനന്ദും തത്സമയം ചേരുകയാണ്. അതുപോലെ തിരുവനന്തപുരം കോട്ടണിൽ ഗവൺമെൻറ് LP സ്കൂളിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരും. അതുപോലെ പെരിങ്ങളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സമീർ സി മുഖവും നമുക്കൊപ്പം ഉണ്ടാകും. ആദ്യം വിഷ്ണു സുരേഷിലേക്ക്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, മുഖ്യമന്ത്രി രാവിലെ 9:30 മണിക്കല്ലേ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 9:30 മുഖ്യമന്ത്രി എത്തും. അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാകും. KC വേണുഗോപാൽ, VD സതീശൻ അടക്കമുള്ള ആളുകൾ ഈ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവിടെ ഇതിനോടകം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ അധ്യയന വർഷം ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഈ 2-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒരുപാട് ഈ ലഹരിക്കെതിരെയുള്ള പൊതുബോധം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതോടൊപ്പം തന്നെ സമഗ്ര ഗുണമേന്മ ക്ലാസുകൾ, ഈ പൊതുബോധവും വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ അധ്യയന വർഷത്തിലുണ്ട്. ക്ലാസിന്റെ എണ്ണം, സമയക്രമമൊക്കെ കൂട്ടിയിട്ടുണ്ട്. വിദ്യാർത്ഥികളൊക്കെ ഒരുക്കത്തിലാണ്, അവസാനവട്ട ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികളെല്ലാം ഉള്ളത്. ഒരുങ്ങി കഴിഞ്ഞോ? ഇനിയും ബാക്കിയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. എന്താ പരിപാടി? ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ഡാൻസ്. ഈ പ്രവേശനോത്സവത്തിന്റെ സോങ്ങിനാണോ ഡാൻസ്? അതെ, അതാണ് പ്രവേശനോത്സവത്തിന് വേണ്ടി ഇത്തവണ ഒരു സർക്കാർ ഒരു പ്രത്യേക പാട്ടുകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൊട്ടാരക്കരയിലുള്ള സ്കൂളിലെ VHSലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി തയ്യാറാക്കിയ പാട്ടാണ്. അൽഫോൺസ് തയ്യാറാക്കിയ അൽഫോൺസാണ് പാട്ട് പാടുകയും സംഗീതം നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ പരിപാടികളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വിദ്യാർത്ഥികളെല്ലാവരും എത്തിത്തുടങ്ങും. പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സിലേക്കുള്ള വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങും. ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന 1-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളുകളിലേക്ക് എത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ആദ്യ 2 ആഴ്ച ലഹരിക്കെതിരായ അവബോധമുണ്ടാക്കാനും നിയമബോധം ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രത്യേക പീരീഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 2 ആഴ്ചത്തെ സ്കൂൾ ടൈം ടേബിളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമബോധം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, പൊതുബോധം, ലഹരിക്കെതിരെയുള്ള അവബോധം, സൈബർ അവബോധം തുടങ്ങിയ കാര്യങ്ങൾ ജൂൺ 3 മുതലുള്ള ദിവസങ്ങളിൽ പഠിപ്പിക്കണം എന്ന് നിർബന്ധമായും ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗമൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തടയുക എന്നുള്ള ലക്ഷ്യമാണ്. ഒപ്പം പോലീസിന്റെ കംപ്ലൈന്റ് ബോക്സ് എല്ലാ സ്കൂളുകളിലേക്കും എത്തുന്നു. അങ്ങനെ ടെക്സ്റ്റ് ബുക്കുകൾക്ക് അപ്പുറത്ത്, അക്കാഡമിക്സിന് അപ്പുറത്ത് വിദ്യാർത്ഥികൾക്ക് ഈ കുറച്ചുകൂടി സാമൂഹ്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ഇടപെടലൊക്കെ ഇത്തവണ അധ്യയന വർഷത്തിൽ ഉണ്ടാകും. അതിന്റെ ഒരു ആദ്യ സൂചനയാണ് ഇത്തരം പരിഷ്കാരങ്ങൾ. എല്ലാ സ്കൂളുകളിലും ഈ പ്രവേശനോത്സവം അതിഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഉള്ളത് നമ്മൾ കലവൂർ സ്കൂളിലാണ്. ജില്ലാ പഞ്ചായത്താണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം റിയാസ് ചേരുകയാണ്. മുഖ്യമന്ത്രി എത്തുകയാണ് നമ്മുടെ സ്കൂളിലേക്ക്. വലിയ സന്തോഷം, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. വലിയ സന്തോഷത്തിലാണ്. ഈ നാടാകെ മുഖ്യമന്ത്രി എത്തുന്നതിൻ്റെയും വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രൂപത്തിൽ ഇവിടെ പ്രവേശനോത്സവം കിട്ടിയതിലും വലിയ ആഹ്ലാദത്തിലാണ് ജനങ്ങളാകെ. ഒട്ടനവധിയായിട്ടുള്ള അനുബന്ധമായി പരിപാടികളടക്കം സംഘടിപ്പിച്ചു. ഒരു 2-3 ആഴ്ചക്കാലമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരുക്കത്തിലാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം വലിയ ഒരുക്കത്തിലാണ്. 26 പേരടങ്ങുന്ന പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കരണം LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്. 55ഓളം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളടക്കം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 5000 പേർക്ക് സദ്യ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ പ്രത്യേകത. ആഘോഷമാക്കാനാണ് തീരുമാനം. പ്രവേശനോത്സവം അല്പസമയത്തിനകം തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിത്തുടങ്ങും. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി അധ്യാപകരും അനധ്യാപകരും ഈ നാടൊന്നാകെ തയ്യാറായി കഴിഞ്ഞു. SK. താങ്ക് യു വിഷ്ണു സുരേഷ്.